സുവർണ നിയമം. നിയമത്തെയും പ്രവാചകന്മാരെയും ഒരൊറ്റ വാക്യത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യനന്മയുടെ അടിസ്ഥാന പാഠങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ദൈവപുത്രൻ. ഒരു ചലച്ചിത്രത്തിൻ്റെ ടേണിംഗ് പോയിന്റായിത്തീർന്ന ഒരു വിൽപത്രത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാതെ പോകുന്നതെങ്ങനെ? അനാഥയാക്കപ്പെട്ടേക്കാമെന്ന് തോന്നിയ മകൾക്കായി പിതാവ് എഴുതിവച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവൾക്ക് കൊടുക്കുക. നീതിപീഠത്തിൻ്റെ കരുണയിൽ അവൾക്ക് ലഭ്യമായത് ശത്രുക്കൾക്ക് ഇഷ്ടമായിരുന്ന വിലയേറിയ സ്വത്ത്. 3 ചിന്തകളാണ് ഇന്നത്തെ വചനഭാഗം നമുക്ക് നൽകുന്നത്. നിനക്ക് ചെയ്തു തരണമെന്ന് നീ ആശിക്കുന്നവയൊക്കെ അന്യർക്ക് ചെയ്തു കൊടുക്കണമെന്ന 1-ാം പാഠം. പക്ഷേ കായേൻ്റെ കാലം മുതൽ തന്നെ അന്യൻ്റെ സ്വത്തിലേക്കാണ് മനുഷ്യൻ്റെ കണ്ണ്. ലോകത്തിൽ ഇന്ന് നടമാടുന്ന സകല തിന്മകൾക്കുമുള്ള ഒറ്റമൂലിയുമാണ് ഈ ചിന്ത. എത്ര സരളമാണതെന്ന് നോക്കൂ. നിയമവും പ്രവാചകന്മാരുമൊക്കെ ഈ ചിന്തയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമതായി, ഈ വചനഭാഗത്ത് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായ നന്മയും മനുഷ്യൻ്റെ അടിസ്ഥാന വിചാരവുമായ തിന്മയും താരതമ്യ പഠനത്തിന് വിധേയപ്പെടുന്നു. തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യ സ്വഭാവം സ്വാർത്ഥം തിരയുന്നു. ദൈവപുത്രൻ മനുഷ്യരെ ഇത്ര പച്ചയായി ദുഷ്ടരെന്ന് അഭിസംബോധന ചെയ്യുന്ന ഇടവും സുവിശേഷത്തിൽ വേറെയില്ല. മൂന്നാമതായി, നന്മ മാത്രം തിരയണമെന്നും അത് ആർക്കും നിഷേധിക്കരുത് എന്ന പാഠവും നൽകിപ്പോകുന്നു ദൈവസുതൻ. ചോദ്യവും ഉത്തരവും കുറിക്കപ്പെട്ട് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ഗൈഡിന് സമമാണ് സുവിശേഷം. അവിടെയാണ് നാം തിരയേണ്ടത്. മുട്ടിയാൽ തുറക്കുന്ന വാതിലും അതാണ്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന ക്രിസ്തുമൊഴികളും ഇതിനോട് ചേർത്ത് വായിക്കാം. നന്മ മാത്രം വിളമ്പുന്ന ദൈവത്തോട് നന്മ മാത്രം യാചിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. നോമ്പുകാലം ദൈവഹിതമറിയുവാനുള്ള കാലമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ശോകമൂകനായി ദാഹജലത്തിനായി കുരിശിൽ രക്ഷകൻ കേണിടുന്നു. ശോകമൂകനായി ദാഹജലത്തിനായി കുരിശിൽ രക്ഷകൻ കേണിടുന്നു. മുറിവേറ്റു പിടയും നാഥനോട് മിഴികൾ പൂട്ടി ഞാൻ പ്രാർത്ഥിപ്പു. യേശുവേ ക്ഷമിക്കണമേ, തിരുനിണത്താൽ എന്നെ കഴുകണമേ. ഞാൻ നിൻ സാക്ഷിയായി ജീവിച്ചിടാം. കുരിശിൽ നിന്നും മിശിഹാ ആർദ്രതയോടെന്നെ നോക്കി. ഈറനണിയും എന്നോടവൻ അരുതേ എന്നോതുന്നു, അരുതേ അരുതേ എന്നോതുന്നു.